പറയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയകളിലെല്ലാം വന്നൊരു വാർത്തയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിയൻ ഫുട്ബോൾ ടീം കൊൽക്കത്തയിലേക്ക് വരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ബ്രസീലിയൻ ഫുട്ബോൾ ടീം തന്നെ അവരുടെ ഇനിഷ്യേറ്റീവിൽ കേരളത്തിലൊരു മത്സരം കളിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കളിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അവർ അന്വേഷിച്ചു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് മുന്നിലേക്ക് വന്നു. ഇനി ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന തരത്തിലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം കേരളത്തിലൊരു സൗഹൃദ മത്സരം സംഘടിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ശേഷി നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം കൊൽക്കത്തയിൽ കളിക്കാൻ വരണമെങ്കിൽ തന്നെ കൊൽക്കത്തയിൽ ഇല്ലാത്ത ആ ഐസ് ബാത്ത് ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ വേണം എന്ന് ബ്രസീലിയൻ കോൺഫെഡറേഷൻ ഇതിനോടകം തന്നെ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്രയധികം ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് കളിക്കാൻ സാധ്യതകൾ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വാസ്യതയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു വാർത്ത വ്യാപകമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇതിൽ എന്തായിരിക്കും ഒരു ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ട് എന്നൊന്നും അറിയില്ല. ഏതായാലും ഇങ്ങനെ ഒരു വാർത്ത അന്തരീക്ഷത്തിലുണ്ട്.